അത് പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലേ എനിക്ക് തലഭാഗ തന്നെ അവൻ അധികം നമ്മൾ കണ്ടുപോലെ എന്റെ അമ്മ കള്ളി നീ ചെയ്ത കാര്യം പറഞ്ഞ ഞാൻ രണ്ട് മക്കളുണ്ടായി ആരെങ്കിലും ചോദിച്ചാല് അപ്പൊ ഒരെണ്ണത്തിന് കൊന്നിച്ചു ഒരാള് ജയിലില്ല അല്ല കൂട്ടുകാരന്റെ മോനെ എവിടെ ചെന്നാലും അവരുടെ അഭിനയത്തെ പറ്റി പറയും മഞ്ജു ഉണ്ടല്ലോ ജീവിക്കാട്ടോ അതെ ഒരിക്കലും ഭദ്രയാളിനെ പോലെയൊക്കെ. എന്നാ പിന്നെ തള്ളക്ക് പൊടിക്ക് ഒതുങ്ങി നടന്നൂടെ? എന്നാ പിന്നെ ഞാൻ ചേച്ചിനെ വിളിച്ചോട്ടെ. അവള് പറഞ്ഞ തന്തക്കാ ജനിച്ചത്. ഞാൻ ചോദിക്കുമ്പോ ഇച്ചിരിക്കോളം അവളെ വിളിച്ചായിരുന്നൊക്കെ പറയും. ഇപ്പഴും എന്തോരം മീൻ മേടിച്ചത് എനിക്ക് തലേണ്ടാവും. അപ്പോതാ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ഫാമിലി എത്തിയിരിക്കുകയാണ്. അപ്പച്ചൻ, അമ്മിച്ചി, ബർണാച്ചൻ. ഹലോ ഹലോ ഹലോ. ഒരു മിനിറ്റ്, ഈ ഷോള് തിരിച്ചായിട്ടാണ് ആണല്ലേ? അതെ ഒരിക്കലും ഭദ്രയാളിനെ പോലെയൊക്കെ അവളേലും വൃത്തിയായിട്ടേ ഞാനൊക്കെ നടക്കും. അല്ല അതെ, ഇനി നിങ്ങളും കൂടെ പറയാനുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും എവിടെ ചെന്നാലും പറയൂ എനിക്ക് തൊള്ളേനെ കൊണ്ട് ഒരു സ്ഥലത്തും പോകാൻ പാടില്ല. 18 വയസ്സിൽ കല്യാണം കഴിച്ച് മോളും ഉണ്ടായി, 19 വയസ്സിൽ ഞാനുണ്ടായി. ഈ തള്ളനെ കൊണ്ട് എവിടെ പോയാലും ചോദിക്കും അമ്മേണെന്ന് ചോദിക്കുമ്പോ അമ്മേണെന്ന്. എന്നാ പിന്നെ തള്ളക്ക് പൊടിക്ക് ഒതുങ്ങി നടന്നൂടെ? അതൊട്ട് ചെയ്യും. ഞാൻ മഞ്ജുവിന്റെ ഇപ്പൊ കട്ടയ്ക്ക് നിക്കും. അപ്പം സത്യമായിട്ട് ഞാൻ പറയാം അമ്മയെന്ന് പറയുന്നത് ചേച്ചി. എന്നാ പിന്നെ ഞാൻ ചേച്ചിന്ന് വിളിച്ചോട്ടെ. ചില കാര്യങ്ങൾക്ക് മാത്രം അമ്മ, ചില കാര്യങ്ങൾക്ക് ചേച്ചി, ചില കാര്യങ്ങൾക്ക് ചെറുപ്പക്കാരി. അതെവിടെ ന്യായ? അമ്മ പറയും നടന്നോ, വൃത്തിയായിട്ട് നടന്നോ. ഏതെങ്കിലും സ്ഥലത്ത് ഒതുങ്ങി നിൽക്കണം മനുഷ്യനായ. മരുമോളാണെങ്കിലും അങ്ങനെയാ. മനു പിന്നെ മോനൊന്നും പിന്നെ പറയും. ഞങ്ങൾക്ക് എന്താണെന്നറിയാമോ? ഇപ്പൊ അമ്മിച്ചാണെങ്കിൽ എന്റെ പപ്പ അധികം സംസാരിക്കില്ല എന്നുള്ളു. പപ്പയുടെ ഉള്ളിൽ ഒരു കടലിരുമ്പുണ്ട്. എന്താന്ന് വെച്ചാലേ പപ്പ എന്റെ പപ്പയുടെ കൈ ഒന്ന് കാണിച്ചേ. കൊണ്ടുവന്നേ. ഇങ്ങ് വന്ന് തൊട്ടേ, ഒന്ന് തൊട്ടേ. അപ്പൊ എന്റെ പപ്പ എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു മനുഷ്യനാ. ലോഡിങ്ങിലായിരുന്നു. എന്തൊക്കെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് വലിയ റബ്ബർ തോട്ടമായിരുന്നു. അപ്പൊ അപ്പൊ ആ മരം വെട്ടിക്കഴിയുമ്പോ അവിടെ അടുത്തത് നടാൻ വേണ്ടിയിട്ട് ആ മരത്തിന്റെ കുറ്റി കിളച്ചെടുക്കണം. അപ്പൊ അതിന് ഒരു കുഴിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, 20 രൂപയാണ്. അപ്പൊ അങ്ങനെ എന്തോ. അപ്പൊ 20 രൂപ ഒരു. അപ്പൊ ഈ വെയിലത്ത് നിന്ന് എന്റെ അപ്പൻ അങ്ങനെ ഞങ്ങക്ക് വേണ്ടി ചെയ്യാത്ത ജോലികളില്ല. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഓക്കെയാണ്. ഇപ്പൊ എന്റെ അമ്മച്ചിക്കൊക്കെ ആണെങ്കിൽ എന്റെ അമ്മച്ചിക്ക് ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്നെക്കാളും ഇഷ്ടമാണ്. അപ്പൊ അമ്മച്ചിക്ക് നല്ല ഡ്രസ്സ് ഇടണം, നന്നായിട്ട് ഒരുങ്ങണം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ പറയേ അന്നൊക്കെ എനിക്ക് ഭയങ്കര ദാരിദ്ര്യം വന്നു ഡ്രസ്സിന്, ഓർണമെന്റ്സ്. ഇന്നിപ്പൊ മക്കളൊക്കെ എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രായം കഴിഞ്ഞു പോയല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഇച്ചിരി അങ്ങനെ, ഞാനിപ്പോ എങ്ങനെ നടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവര് നന്നായിട്ട് നടക്കുന്ന കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ എന്റെ ആങ്ങള അയർലൻഡിലാണ്, അവൻ നഴ്സിംഗ് പഠിച്ചു. ഞാൻ ഇങ്ങനെയായി. അവള് എൻ്റെ നാത്തൂൻ അനിയത്തി, അവളും നേഴ്സാണ്. അവനൊരു കുഞ്ഞുണ്ട്. എൻ്റെ ബർണാച്ചൻ +2 പാസ്സായി. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവരുടെ രണ്ടുപേരുടെയും അധ്വാനമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇനി ഇരുന്ന് തിന്നാം. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്രയും തമാശകളിലൂടെയാണ് നമ്മൾ പറയുന്നെങ്കിലും ആ ഒരു അപ്പന്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ. കാരണം അവര് കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തി. അതുകൊണ്ടല്ലോ ഞാൻ 2 നേരവും പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിനോട് നന്ദി പറയും. ഇത്രയൊക്കെ തന്ന ഇനി ഒന്നും എനിക്ക് വേണ്ടെന്നാ പറയണ. എന്റെ മക്കൾക്കും ആയി, ഇവക്കൊരു വീട് വേണമെന്ന് ഒത്തിരി സങ്കടപ്പെട്ടു. അടുത്തത് കരയും. ഇപ്പൊ നമുക്ക് ഡ്രസ് ഉണ്ട്, ആഭരണം ഉണ്ട്, ഭക്ഷണം ഉണ്ട്, വീടുണ്ട്. ഇവക്ക് വീടുണ്ട്, മോന് ജോലിയായി, മരുമോക്ക് ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. ഇനി കൊച്ചിന്റെ കാര്യവും കൂടി മതി. അതിനെ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞാൽ ചെറുതാണല്ലോ, അവിടെ ഒന്നും ആയിട്ടില്ല. ഇനി ഇവന്റെ കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചത് എല്ലാം തമ്പുരാൻ തന്നു. എനിക്ക്
സത്യമായിട്ടും വേടനെ ഇഷ്ടപ്പെടാത്ത പിള്ളേരുണ്ടാവും. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ ഒരു ഇതായിട്ടല്ല, ആ ഒരു തരത്തിലൊന്നും നമ്മൾ ചിന്തിക്കും. കാരണം ഏറ്റവും കൂടുതൽ പിള്ളേര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ കളർ ഡിസ്ക്രിമിനേഷൻ. അപ്പം പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടാ പറഞ്ഞത്. ലുക്കും ചിരിയും ഒക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഭയങ്കര രസം കേട്ടോ, ഇങ്ങനെയോട് ഭയങ്കര രസം അങ്ങനെ എനിക്ക് തോന്നുന്നു. ആണ്, എല്ലാവർക്കും ഇഷ്ടം അല്ലേ. അപ്പം അറിയാമോ മോനെ വേറെ ലെവൽ. എന്റെ പൊന്നു മോനെ, യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അരിച്ചു കിടക്കുന്നത്. ഇവനോർത്ത പഴയ നീതിയാന്ന് ഓർത്താ. അതൊക്കെ പോയി, അതിനൊക്കെ മാറിപ്പോയി. മറ്റേ ഫോണൊക്കെ മാറി ഇവരെല്ലാം പഠിപ്പിച്ചു തന്നു. മരുമോള് പോയപ്പോ എല്ലാം പറഞ്ഞു തന്നിട്ടാ പോയാ. അമ്മ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ഇവരൊന്നും. ആ, ഞങ്ങൾക്ക് ചേർന്ന ഒരു പെണ്ണ, ഞങ്ങളുടെ ഒപ്പം നിക്കണതും എല്ലാം കമ്പനി കൂടണം. അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. അവള് ഒരെണ്ണം അവളെടുത്താ പ്രീതിക്കും എനിക്കും ഒപ്പം തന്നെ എടുത്തു വരും ഒരേ ഡ്രസ്. ഭയങ്കര അപ്പച്ചൻ ഇത്ര നേരം കൂടി പറഞ്ഞു. ഇഷ്ടം ആരെന്ന് വെച്ചാൽ പപ്പനെ ഇരിക്കും എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണുന്നത് പറയും. ഞാൻ പറയില്ല, എനിക്ക് ആരും വഴക്കൊന്നും ഇഷ്ടമല്ല. വഴക്കൊന്നും പിള്ളേരൊന്നും തന്നെ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ കേട്ടത് പപ്പയും മോളും നമ്മൾ ഏത് നേരവും തർക്ക വ്യത്യാസങ്ങളും അതൊക്കെ ഉണ്ടാവും. പപ്പ പറഞ്ഞ പോലെ ഞങ്ങള് പറഞ്ഞ പോലെ നടക്കൂലേ, അതുകൊണ്ടാണ് എപ്പോഴും. അല്ല, എന്തെങ്കിലുമൊക്കെ ആശയപരമായിട്ട് ഞാനും പപ്പയും ഇവര് പാർട്ടി പറഞ്ഞ് തർക്കിക്കും. പപ്പ ഇത് ഞാനും CPM ആണ്, പപ്പയും CPM ആണ്, എന്നാലും ഞങ്ങൾ തർക്കിക്കും. അതെന്താ സിറ്റുവേഷൻ. അപ്പൊ എനിക്ക് മനസ്സിലാവും. എന്റെ മോൻ അങ്ങനെയൊന്നുമില്ല, അവൻ എവിടെയെങ്കിലും മിണ്ടാതിരുന്ന് ചിരിച്ചിട്ട് കേൾക്കും. തർക്കമൊന്നും ഇഷ്ടപ്പെടില്ല ചിലപ്പോ. അപ്പൊ ഞാൻ ഒന്നല്ലേ എന്തിനും പറഞ്ഞു പോകും. അമ്മ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ ചെറിയൊരു തലക്കേനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പൊതുവെ അമ്മ പറയാറില്ല. ഇല്ലേ, എങ്ങനെയാ അമ്മയുടെ സീരിയൽ വയ്ക്കുമ്പോ അവൻ എഴുന്നേറ്റ് പോകും സെറ്റിലിരിക്കണേ. അല്ല, അതിന്റെ ഒരു പ്രിയോറിറ്റി എന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് അതിനൊരു ഇച്ചിരി ഫെയിം ഉണ്ടല്ലോ നമ്മുടെ ജോലിക്ക്. ഒട്ടും യൂസ് ചെയ്യാത്ത ഒരാളാ പറഞ്ഞാച്ചൻ. ശരി, ഇൻഡിപെൻഡന്റ് ആവാൻ ഇപ്പോഴേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശരിയാവും? അങ്ങനെയുമല്ല. അമ്മ മോനാണോ? അമ്മ മോനാണോ? അല്ല, കൂട്ടുകാരുടെ മോനാ. എനിക്ക് അവൻ അമ്മ മോനാ, അവന് കൂട്ടുകാരുടെ മോനാ. അമ്മ വന്നിട്ടൊന്നും പറഞ്ഞ എവിടെയെങ്കിലും ആയിട്ട് വിളിക്കും, മോനെ അമ്മ വന്നു, ഇപ്പൊ വരാട്ടോ എന്ന് പറയും. പക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വരുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ പറയുന്ന മഞ്ജു പത്രോസ് എന്ന് പറയുന്ന നിങ്ങളുടെ മകൾ അല്ലെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ചേച്ചീനെ കുറിച്ച് ഏറ്റവും അഭിമാനം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ? അയ്യോ, അത് പറഞ്ഞാൽ ഭയങ്കര. എവിടെ ചെന്നാലും അവളുടെ അഭിനയത്തെ പറ്റി പറയും. മഞ്ജു ഉണ്ടല്ലോ, ജീവിക്കാട്ടോ, എല്ലാവരും പറയും എന്താ അഭിനയം, എങ്ങനെയാ അത് കിട്ടണേ, എങ്ങനെ നാച്ചുറൽ ആയിട്ടാണ് അവള് ചെയ്യണേന്ന് പറയും. അത് കേൾക്കുമ്പോ അത് എന്റെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എവിടെയെങ്കിലും പോകുമ്പോ അവര് പറയും, ഇത് ആരാന്നറിയാവോ, മഞ്ജു പത്രോസിന്റെ അമ്മയാ എന്ന് പറയുമ്പോ ഉള്ളില് ഭയങ്കര ഒരു. അപ്പൊ ആണോ, മഞ്ജു പത്രോസിന്റെ അമ്മയാണോ? അപ്പൊ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഫോട്ടോ ഫോട്ടോ എടുത്തേക്കാ, ഒന്ന് കാണിച്ചു കൊടുക്കല്ല, മഞ്ജുനെ കണ്ടില്ലേ അമ്മേനെ കാണിച്ചു കൊടുക്ക. അങ്ങനെയൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷം. പറയാനില്ല, അവൾ എന്റെ കൂടെ അതെ അതെ, ഇവർ രണ്ടുപേരും കൂടെയാണ് കൂടുതൽ യാത്ര. എവിടെ ചെന്നാലും അവളെ പറ്റി ഒരാളെങ്കിലും പറയും. എവിടെയെങ്കിലും ഫംഗ്ഷനിൽ പോകുമ്പോ ഒരാളെങ്കിലും പറയും, എന്താ അഭിനയാന്ന് പറഞ്ഞോട്ടോ, എങ്ങനെ അഭിനയിക്കാൻ പറ്റണേ. ഇതിപ്പോ നമ്മുടെ മക്കളെ കുറിച്ച് ഇപ്പൊ എന്റെ അപ്പന്റെ അമ്മേനെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആൻസർ ആയത്. ഇപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അവർക്ക് അവരുടെ ഇപ്പം നമുക്ക് നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോഴത്തേനും കല്യാണം കഴിക്കാത്തതുകൊണ്ടാ നമ്മുടെ മക്കള് ഒരു സേഫ്റ്റി പിൻ താഴെയാണ് എടുത്തു വെച്ചെന്ന് പറഞ്ഞാൽ അയ്യോ ആ സേഫ്റ്റി പിന്നൊക്കെ എടുത്തു വെച്ചിട്ടാ. അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് പിള്ളേരെന്ന് പറയുന്നത്. അവരെന്ത് ചെയ്താലും നമ്മൾ എൻ്റെ കുട്ടി, എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തല്ലോ, അവൻ അങ്ങനെ ചെയ്തല്ലോ, അവൻ ഇത്, അത് ഭയങ്കര സന്തോഷമാണ്. അവൻ നല്ല വെച്ചാ, എന്നെ ഒരു ബുദ്ധിമുട്ടിച്ചിട്ടില്ല. സ്കൂളിലൊക്കെ ചെന്നാൽ ഇവൻ അലമ്പനാന്നാണ് പൊതുവെ ഞാൻ പറയണത്. പക്ഷെ സ്കൂളിൽ ചെന്നാൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചേഴ്സ് ഇവൻ മിക്കവാറും സാറിൻ്റെ അടുത്തായിരിക്കും. അങ്ങനെ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ എന്നോട് ടീച്ചർമാരൊക്കെ പറയും, അമ്മ അടുത്തില്ല എന്നുള്ള ഒരു കുറവ് അവൻ്റെ വളർച്ചയിലില്ല, അവൻ നല്ല കുട്ടിയാണ്. അവൻ അപ്പോളജി ചോദിക്കേണ്ട അടുത്ത് ഇത്രയൊക്കെ മതിയോ, അപ്പോളജി ചോദിക്കേണ്ട അടുത്ത് ചോദിക്കും. ഞാൻ നല്ല വഴക്ക് പറയും,
വഴക്ക് പറഞ്ഞാലും ഞാൻ ഓർക്കും ദൈവം എന്തിനാ ഞാൻ ഇങ്ങനെ പറയണേന്ന്. എനിക്ക് ദേഷ്യം വരും. എനിക്ക് വഴക്കൊന്നും ഇഷ്ടമല്ല. ഞാൻ ഇവിടെ പഠിക്കേണ്ട സമയത്തൊക്കെ ഈ ഫോൺ കണ്ടിരിക്കുമ്പോഴേ എനിക്ക് വിഷമം. ദൈവമേ ഇവനൊരു ജീവിതം വേണ്ടേ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വഴക്ക് പറഞ്ഞത്. അല്ലാതെ ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല. അമ്മച്ചി പറഞ്ഞതാണ് കാര്യം ഇതാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന മഞ്ജു പത്രോസിന് നിങ്ങളുടെ ആരുടെ സ്വഭാവമാണ് ഏറ്റവും കൂടുതലുള്ളത്? അമ്മ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പറഞ്ഞു, അപ്പച്ചനാണെങ്കിൽ ദേഷ്യപ്പെടുന്നത് ഇഷ്ടമല്ല. എനിക്ക് വേഗം സങ്കടം വരും, അവക്കും വേഗം സങ്കടം. ഇമോഷണൽ ആണ് ആ ചേച്ചി അല്ലെ? എന്നാലും കൂടുതൽ ചേച്ചിക്ക് ആരുടെ സ്വഭാവങ്ങളാ കൂടുതൽ? അവള് പറഞ്ഞ തന്തക്ക ജനിച്ചെന്ന് പറഞ്ഞു. പിന്നെ എന്റെ കൊള്ളൂലാത്ത സ്വഭാവങ്ങളെ അവള് പറയുള്ളൂ. അമ്മച്ചിട്ട് അത് കിട്ടി, എനിക്ക് ഇത് കിട്ടി, തള്ള ഇങ്ങനെയാണ്, മുടി നരച്ചു, 38 വയസ്സിൽ നരച്ചു, ഞാൻ 30 വയസ്സിൽ നരച്ചു, പിന്നെ സ്കിൻ കൊള്ളൂല പിന്നെ ഇവിടെ എനിക്ക് 2 കുഴിയുണ്ട്, അത് കിട്ടി. എന്തൊക്കെയാണോ അവള് പറയണേ. എന്തെങ്കിലും കോൺഫിഡൻസ് കളയണ്ട എനിക്ക്. അമ്മച്ചിനെ അങ്ങനെയൊക്കെ പറഞ്ഞ് തോപ്പില്ല. എന്താ കാര്യം അറിയാം, അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അമ്മച്ചി എന്ന് പറയത്തില്ല, ഒരു ചേച്ചി. അപ്പൊ കൂടെ നിൽക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി. അതുകൊണ്ടായിരിക്കും. അങ്ങനെയല്ല, എനിക്ക് പപ്പയുടെ കുറെ എലമെന്റ്സ് അധികം കിട്ടിയിരിക്കുന്നത്. പിന്നെ അമ്മച്ചിയുടെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് സങ്കടം വരാൻ പോണ ടൈം എനിക്കറിയാം. എനിക്ക് തോന്നുന്നു കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. ഞങ്ങള് കളിയും ചിരിയും പാട്ടും നാത്തൂനും അതെ. മോനെ പിന്നെ എല്ലാം ആസ്വദിക്കും അവൻ. മനു ഒന്നിലും ഇവർക്ക് 2 മക്കളാണല്ലോ, ഞാനും എന്റെ മനു. പക്ഷെ ഒരു പൈസയുടെ അല്ല, 2 പൈസയുടെ 2 വശമാണ് ഞങ്ങൾ രണ്ടുപേരും. എന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ്. ഭയങ്കര സൂക്ഷിക്കില്ല പൈസയൊക്കെ. ഇങ്ങനെ പൈസ അങ്ങനെ അനാവശ്യമായിട്ട് കളയില്ല, ഒരുപാട് സംസാരിക്കില്ല. അവന്റെ പൊട്ടിച്ചിരി എന്ന് പറഞ്ഞാ ഇതായിരിക്കും അവന്റെ പൊട്ടിച്ചിരി. ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ മഞ്ജു ഒരാൾ വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. എന്നെ ഇതുവരെ ചേച്ചി എന്ന് വിളിച്ചിട്ടില്ല. ഞാൻ അവന് 5 വയസ്സിന് മൂത്തതാ. ഇവള് ചെറുപ്പത്തില് ഭയങ്കര അടിയാ അവനുമായിട്ടേ. എന്നിട്ട് ഇവള് പറയും, ഞാൻ അവന് മീൻ വറുത്തത് വലുത് കൊടുത്തു, മുട്ട പറഞ്ഞില്ലല്ലോ, പറഞ്ഞില്ലേ എനിക്ക് തലഭാഗ തന്നെ അവൻ അധികം. നമ്മൾ കണ്ടുപോലെ എന്റെ അമ്മ കള്ളി നീ ചെയ്ത കാര്യം പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. അടികള് പറയാട്ടതേക്ക് 2 മക്കളുണ്ടായ ആരെങ്കിലും ചോദിച്ചാല് അപ്പൊ ഒരെണ്ണത്തിന് കൊന്നേച്ചു, ഒരാള് ജയിലില്ലാന്ന് പറഞ്ഞു. മനുവിനെ കൊന്നിട്ട് ഇവിടെ ജയിലില്ലാന്ന് പറയണമെന്ന്. അത്രയ്ക്ക് അരിശ. എന്തരിശാന്ന് നമുക്ക്. പക്ഷെ അവന്റെ ചക്കര വിളമ്പോ നോക്കിയിരിക്കും. അതാർക്കാ ചെമ്മീനൊളിച്ചാൽ മതി, അവന് കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇച്ചിരി അങ്ങോട്ട് ആയിപ്പോകും നമ്മൾ. അല്ലെ നമ്മളൊക്കെ ഇവർക്ക് അറിയാൻ പറ്റുമല്ലോ, ഇവർക്കൊക്കെ അറിയാൻ പറ്റൂലേ. അമ്മക്കൊക്കെ അങ്ങനെ കൊടുത്ത് നമ്മള് കണ്ടാ ശീലിച്ചേക്കണ. ഞാൻ കല്യാണം എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നില്ലേ, ഇവരുടെ അമ്മ ഉണ്ടല്ലോ എല്ലാ പാത്രത്തിലും വിളമ്പോട്ടോ, ഞങ്ങൾക്ക് മാത്രം വിളമ്പണ ഒരു ഇത്തിരി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞാൻ പറയും ഞങ്ങൾക്കും വിശപ്പുള്ളതല്ലേ, അന്നൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ്, ഞങ്ങൾക്കും വിശപ്പുള്ളതല്ലേ എന്ന് പറയുമ്പോ, അല്ല അവരാണുങ്ങളല്ലേ എന്നാ പറയണത്. പെറ്റല്ല. എന്നിട്ടേ പാൽച്ചായ അപ്പൊ അന്നൊക്കെ ഇച്ചിരി പാലല്ലേ മേടിക്കണേ. പാൽച്ചായ എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ഗ്ലാസ്സിലെ പാൽച്ചായ, കുഞ്ഞു ഗ്ലാസ്സില്ലേ. റിമാക്ക് അല്ലെങ്കിൽ പറഞ്ഞ ശരിയാണ്. അത് ഞാൻ എനിക്ക് തല അവന് നടുമുറുക്ക് കൊടുത്തു, മുട്ട വറുത്ത് വലിയ പീസ് അവന് കൊടുത്തു. അമ്മ ഇങ്ങനെ ഇപ്പഴും എന്തോരം മീൻ മേടിച്ചത് എനിക്ക് തലേണ്ടാവും, തലേണ്ടാവും. അതെ, ഞാൻ തലഭാഗമൊന്നും കൂട്ടൂല, അതാ കാപ്പി കൊടുക്കണം. ഇവക്ക് തല ഇഷ്ടം, എനിക്ക് തലേ ഇഷ്ടം. ഞാൻ മറ്റുള്ള കണക്കാ പറയുന്നത്. അതൊക്കെ അവര് കളന്നോളൂ. തലയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കി എന്നുള്ള അയ്യോ എനിക്ക് വയ്യ, ഇനി അതും കൂടി എനിക്ക് കേൾക്കാനുള്ളൂ. ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഞങ്ങള് എല്ലാവരും കുടുംബം ചീട്ട് കളിക്കും, കളിയും ചിരിയും പാട്ടും മത്സരം. അത് അത്യാവശ്യം ഇവർ രണ്ടുപേരും കൂടി കഴിക്കുകയും ചെയ്യും. അന്റെ പ്രീതിയോട് ചോദിക്കും, മോളെ പപ്പയ്ക്ക് ഇത്ര വേണം, എവിടെ ഒളിച്ചു വെച്ച് അമ്മേടെ ഒളിച്ചു വെക്കും. അവള് കൊടുക്കൂല. അപ്പൊ ഈ അളവറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പറയാം, എന്നാ പപ്പ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് കൊണ്ട് പോയി വലിയ ക്ലാസ്സില്ലേ, ആ ക്ലാസ്സിലേക്ക് എന്താ ഇതിനെ വെച്ച മോളെ അമ്മയ്ക്ക് അതിന് അളവറിയാൻ പാടില്ല. അതൊന്ന് നിറച്ചൊഴിക്കും ആ ക്ലാസ്. പുള്ളി ഓർക്കണേന്നാ മോള് ഒഴിച്ചോ, രണ്ടായിട്ടൊക്കെ കുടിക്കാനവിടെ പോയി.
ഞാൻ ചോദിക്കുമ്പോഴൊരു ഇച്ചിരി കോളം അവളെ വിളിച്ചു തരുന്നേന്നൊക്കെ പറയും. അപ്പൊ അമ്മ എന്നത് പപ്പയ്ക്ക് കുറച്ച് കൊടുത്താൽ എന്തെങ്കിലും കൊടുക്കണം ഇങ്ങനെ അത് കുറച്ച് കൊടുക്കും. അപ്പൊ എന്താ നിറച്ചു വെച്ചിട്ടുണ്ട് നീ കാലാകുന്നില്ല. ഞാൻ അത് 2 പ്രാവശ്യം ഞാൻ കഴിഞ്ഞ 2-3 പ്രാവശ്യം. ഒരു ഇന്റർവ്യൂലോട് പല സത്യങ്ങളും പപ്പ തുറന്നു പറയുന്നുണ്ട്. ഇനി ഞാൻ ചേച്ചിനോട് അവിടെ ഇരുന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യങ്ങളുണ്ട്, അതോടെ ചോദിച്ച് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞില്ലല്ലേ? അല്ല ഒന്നുമില്ല, ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ്. കാരണം ആദ്യത്തെ സിനിമ മീര ജാസ്മിന്റെ കൂടെ കോമ്പിനേഷൻ സീൻ നല്ലൊരു കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും കിട്ടിയിട്ടുണ്ട്, മുഖം മാറ്റാൻ പറ്റിയില്ല. കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ക്യൂൻ എലിസബത്തില് വീണ്ടും ചേച്ചിയുടെ കൂടെ അഭിനയിച്ചു. അപ്പൊ ആ 2 സമയം എങ്ങനെയായിരുന്നു ചേച്ചിക്ക് ഫീൽ ചെയ്ത്? ഞാൻ പറയാം, കൂടുതൽ ചെറുപ്പമായി, ഞാൻ കൂടുതൽ പ്രായമായി. അങ്ങനെയല്ല, ചക്രം അഭിനയിക്കാൻ പോയില്ലേ, പപ്പയായിട്ട് അവള് പൊള്ളാച്ചില്ല. അപ്പൊ ഡാൻസ് ടീച്ചറാണ് ഇവരുടെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തത്. ഡാൻസ് പഠിക്കുന്നുണ്ടായി അവിടെ. അങ്ങനെ അയച്ചു കൊടുത്ത് വിളിച്ച് സെലക്ഷൻ കിട്ടിയപ്പോഴാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ കുറേ അകലെ വെച്ച് ഇവള് അമ്മച്ചി എന്നെ ഇതില് കിട്ടി, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്, എന്നെ ലോഹിദാസ് സംസാരിച്ചു, കുറേ വർത്താനം, ഭയങ്കര അത്ഭുതത്തോടുകൂടി അവിടുന്ന് വിളിച്ചോണ്ട് വരിക. അപ്പൊ ടീച്ചറിനും കേട്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി. പക്ഷെ അന്നത്തെ കോലമൊക്കെ കണ്ട ഭയങ്കര ക്ഷീണിച്ചായിരിക്കണേ. അത് പണ്ട് പോലെ ഭയങ്കര ഇഷ്ടം അഭിനയിക്കാൻ, ഡാൻസ് കളിക്കാൻ, അഭിനയിക്കാൻ, പാട്ട് പാടാൻ. പക്ഷെ അങ്ങനെ സിനിമ എന്നുള്ള അങ്ങനെയൊന്നും നമുക്ക് അറിയില്ലല്ലോ. നാടകം, പള്ളിയിൽ നാടകമൊക്കെ വാർഷികത്തിനൊക്കെ. പിന്നെ മീര ഞാൻ പറഞ്ഞു, മീര നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ചക്രത്തില്. അയ്യോ ആളാണ്, മനസ്സിലാവില്ല കേട്ടോ, ഭയങ്കരമായിട്ട് മാറിപ്പോയി. ആക്ച്വലി എന്നെക്കാളും മൂത്തതാണ് മീര. പറയില്ല, എന്റെ മോളെ പോലെ ഇരിക്കും. നിനക്ക് അങ്ങനെ ശരീരമുള്ളതുകൊണ്ട് അല്ല, അതൊക്കെ ഓരോരുത്തരുടെ ജനറ്റിക്കും പിന്നെ അവരുടെ ജീവിതശൈലി അങ്ങനെയൊക്കെ അല്ലേ, അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നല്ല കുട്ടിയാണ്. ഞാൻ പണ്ടൊക്കെ കേട്ടുള്ളത് മീര ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കാണ്, അവരെ ഇങ്ങനെ കൊണ്ടുപോകാൻ ഇച്ചിരി പാടാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ പറയാൻ പക്ഷെ അങ്ങനെയല്ല. അവര് നമ്മുടെ കഥകളൊക്കെ കേൾക്കും, എന്നെ കുറെ ആശ്വസിപ്പിച്ച് അന്ന് എന്നുവെച്ചാൽ സാരമില്ല, അതൊക്കെ ശരിയാവും. ഞാൻ ഭയങ്കര പ്രശ്നത്തിലും ഭയങ്കര ഡിപ്രഷനിലോട്ടൊക്കെ പോയതാണ്. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി. അങ്ങനെ ഞാൻ ഇപ്പം ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ധൈര്യമല്ലേ, നല്ല ഇതായിട്ട്. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചി. ഇനിയും ചേച്ചി ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും ചേച്ചിയുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പം ചെറിയ റോളാണെങ്കിലും വലിയ റോളാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ചേച്ചിയുടെ ആ ഒരു എക്സ്പ്രഷൻസിൽ നിന്നാണോ കൊള്ളാലോ എന്നുള്ളൊരു സാധനം നമുക്ക് വരുന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇനിയും അതുപോലെ ചെയ്യുന്നത് ചെറുതോ വലുതോ ആയ കഥാപാത്രങ്ങളാവട്ടെ, എല്ലാത്തിലും ഒരു ഐഡന്റിറ്റി കൊണ്ടുവന്ന് ത്രൂ ഔട്ട് ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന വിഷയമാണ്. എന്തൊക്കെ ഐഡന്റിറ്റി ഇട്ടാലും എന്തൊക്കെ ഇട്ടാലും നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ കാണുന്നവരില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ ഈ കാണുന്നവരോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? അതായത് ഞാൻ നടന്നു തുടങ്ങിയത് മുതൽ ഞാൻ ഓടുന്നതും ഞാൻ ഇവിടെ ഇരിക്കുന്നതൊക്കെ കണ്ട ആൾക്കാരാണ്. എൻ്റെ വളർച്ചയും എൻ്റെ കണ്ണുനീരും, പല പ്രാവശ്യം പലതരത്തിലുള്ള കണ്ണുനീര്, എൻ്റെ ദേഷ്യം എല്ലാം കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് തീരാത്ത സ്നേഹമാണ്. നിങ്ങളും കൂടി അല്ലേ, അവരും കൂടി ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് സാധിച്ചത്. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഇനിയും കൂടെ ഉണ്ടാവണം. ചിലപ്പോ ഫീൽഡിനൊക്കെ ഔട്ടായി പോകും, എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരും. യൂട്യൂബ് ചാനല്, പിന്നെ റിയാലിറ്റി ഷോസ് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച പിന്നെ ഞാൻ മനഃപൂർവ്വം ഇട്ടാണ്. നമ്മുടെ ബിഗ് ബോസ് ഷോനെ കുറിച്ച് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അതായത് ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും. എന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു. വെറുതെ അല്ല ഭാര്യ, മറിമായം, ബിഗ് ബോസ്, അങ്ങനെ 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 അതൊക്കെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം. അപ്പൊ ഇനി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ഒപ്പം പപ്പയ്ക്കും അമ്മയ്ക്കും ബെർണാഡ്സിനും ഒരുപാട് താങ്ക് യു. നേഴ്സൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് അല്ലേ, അയർലൻഡിലോട്ട് നേഴ്സായിട്ട് വേണം എനിക്കൊന്ന് അടിച്ചു വിളിക്കാം. ഇപ്പൊ അമ്മച്ചി അടിച്ചു വിളിക്കുന്ന പോലെ ഇനി മഞ്ജു ചേച്ചിക്ക് അടിച്ചു വിളിക്കാം അല്ലേ. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പൊ എല്ലാവരും നന്നായിട്ടിരിക്കും. ബൈ ബൈ. ബൈ.